ഹലോ ഗൈസ്, ഇന്ന് ഓണം സ്പെഷ്യൽ അവിയൽ റെസിപ്പിയാണ്. നല്ല ഈസി ആയിട്ടും എന്നാൽ നല്ല ടേസ്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സാധനമാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അല്ലേ. ഞാനിവിടെ ഒരു ക്യാരറ്റ്, പിന്നെ ഒരു പച്ചക്കായ്, ഒരു കഷ്ണം ചേന, ഒരു മുരിങ്ങ, പിന്നെ കുറച്ച് ബീൻസ്, കൊത്തവരയില്ലേ അത് കുറച്ച്, പിന്നെ കോവക്കില്ലേ അതും ഒരു 5-6 കോവക്ക ഇതുമാണ് എടുത്തിന്. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുമ്പളങ്ങിയോ അങ്ങനെ എടുക്കുന്നുണ്ടെങ്കിൽ അതും എടുക്കാം. എൻ്റെ അടുത്തുള്ള ഐറ്റംസ് വെച്ചിട്ട് ഞാൻ ആക്കിയതാണ്. ഇതെല്ലാം നല്ല നീളത്തിൽ അരിഞ്ഞെടുക്കണം. പിന്നെ ചെറിയ ആൾക്കാർ അവിയലിന് കൈപ്പക്കടും എന്ന് പറയുന്നേക്കാൻ ഞാൻ ഇതുവരെ ഇട്ട് നോക്കിയിട്ടില്ല. അങ്ങനെ ആരെങ്കിലും ഇടുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. എനിക്കെന്തോ കൈപ്പടിക്കൂലേ എന്നുള്ളൊരു ഡൗട്ടാണ്, അതുകൊണ്ട് ഇട്ട് നോക്കിയില്ല ഇതുവരെ. പിന്നെ നിങ്ങൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും വീഡിയോസ് കാണുന്നുണ്ട്, പക്ഷെ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ എനിക്ക് വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട് ഒരു പ്രചോദനം. അപ്പോൾ നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് വീഡിയോസ് കാണാം. എല്ലാ പച്ചക്കറികളും നീളത്തിൽ അരിഞ്ഞിട്ട് ചട്ടിയിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അതിന് ആവശ്യത്തിന് ഉപ്പ്, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് കറിവേപ്പില, കുറച്ച് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ, അതും കൂടി ഇട്ടിട്ട് നമുക്ക് നല്ലോണം കയ്യോടെ തന്നെ നല്ലോണം മിക്സ് ആക്കി എടുക്കാം. നല്ലോണം ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് നല്ലോണം വേവിച്ചെടുക്കാം. ഇനി പച്ചക്കറി അടന്ന് വേവട്ടെ. ഇനി ആ സമയം കൊണ്ട് നമുക്കൊരു തേങ്ങൻ്റെ അരപ്പ് ഉണ്ടാക്കണം. അതിന് ചെറിയ ജാറിൽ ഒരു 3/4 കപ്പ് തേങ്ങ, പിന്നെ അതിൽ ചെറിയുള്ളി ഒരു 4-5 ചെറിയുള്ളി, പിന്നെ ഒരു 1/2 ടീസ്പൂണ് ജീരകം, ചെറിയ ജീരകമില്ലേ അത്, പിന്നെ ഒരു 3-4 പച്ചമുളക്, ഇതും കൂടി ഇട്ടിട്ട് ഒന്ന് നല്ലോണം ചതച്ചെടുക്കാം. നല്ലോണം അരയാൻ പാടില്ല, ഒന്ന് ചതച്ചെടുക്കാനേ പറ്റൂ. തേങ്ങ നല്ലോണം ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മൾ പച്ചക്കറിയിൽ നല്ലോണം വെന്തിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ മുകളിലേക്ക് ആ ചതച്ച തേങ്ങ ഒന്ന് നല്ല ലെയറായിട്ട് അവിടെ ഇട്ട് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് നമുക്ക് പൊത്തി വെക്കാം. അപ്പോൾ നമുക്ക് ആ തേങ്ങേൻ്റെ റോസ് സ്മെല്ലില്ലേ അതെല്ലാം മാറി നല്ലൊരു ബന്ധം മണം വരും. അതുവരെ നമുക്കിതൊന്ന് മൂടി വെക്കാം. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് തുറന്ന് നോക്കാം. അപ്പോൾ ആ തേങ്ങൻ്റെ നല്ല മണം വന്നിട്ടുണ്ട്. ഇത് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. നല്ലോണം ഒന്ന് ആ പച്ചക്കറിയിലെല്ലാം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് ചെറിയൊരു ട്വിസ്റ്റ് സംഭവിക്കുന്നുണ്ട്. നമ്മളെ കറണ്ട് അങ്ങ് പോയി. ഞാൻ കുറേ പേടിച്ച് പോയി, കറണ്ട് പോയിട്ട് ഇനി ഇന്നൊന്നും വരും ചെയ്യില്ല വെച്ചാണ്. പക്ഷേ വേഗം ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ വന്നിനി. കറണ്ട് പോയ ടെൻഷനിൽ തൈര് വയ്ക്കുന്ന വീഡിയോ എൻ്റെ നിന്ന് മിസ്സായിപ്പോയി. അപ്പോൾ ലാസ്റ്റ് 2 ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർക്കുന്നുണ്ട്. അതും കൂടി ചേർത്തതിന് നമ്മൾ അവിയലിട്ട് തയ്യാറാണ്. അപ്പോൾ നിങ്ങളിത് എല്ലാവരും ഉണ്ടാക്കി നോക്കുക, എന്നോട് അഭിപ്രായം പറയുക. ഓക്കെ, ബായ്.